ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 13-ാമത്തെ ശ്ലോകം നോക്കാം. അസത ശ്രീമദാന്ധസ്യ ദാരിദ്ര്യം പരമഞ്ജനം ആത്മൗപമ്യേന ഭൂതാനി ദരിദ്രഃ പരമീക്ഷതേ. ഇവിടെ ഈ കഴിഞ്ഞ 2-3 ശ്ലോകങ്ങളിലായിട്ട് ശ്രീ നാരദ മഹർഷി ഈ കുബേരപുത്രന്മാരുടെ ഐശ്വര്യമതം കൊണ്ടുള്ള ദോഷത്തിൻ്റെ പല ഭാഗങ്ങളെ പരോക്ഷമായി കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇനിയും അതിനുള്ള പരിഹാരവും കൂടി ഒന്ന് സൂചിപ്പിക്കുകയാണ്. എന്താ? അസത ശ്രീമദാന്ധസ്യ. അസത എന്ന് പറഞ്ഞാൽ മൂഢന്മാരായിട്ടുള്ള ശ്രീമദാന്ധസ്യ, ഈ ഐശ്വര്യമതം നിമിത്തം അന്ധനായി തീർന്നവന് ദാരിദ്ര്യം പരമഞ്ജനം. ദാരിദ്ര്യം അതായത് സമ്പത്തിൻ്റെ അഭാവം, സമ്പത്തിൻ്റെ ആധിക്യം കൊണ്ടാണ് മതം ഒരുവൻ ഉണ്ടാവുന്നതെങ്കിൽ സമ്പത്തിൻ്റെ അഭാവം അല്ലെങ്കിൽ അതിൻ്റെ കുറവ് പരമഞ്ജനം, പരം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായിട്ടുള്ള അഞ്ജനം, മരുന്നാകുന്നു. ആത്മൗപമ്യേന ഭൂതാനി. ആത്മൗപമ്യേന തന്നെ ഉപമയാക്കിക്കൊണ്ട്, ഉപമിച്ചുകൊണ്ട്, ഭൂതാനി മറ്റു ഭൂതങ്ങളെ, ദരിദ്ര പരമീക്ഷതേ. ദരിദ്രൻ പണമില്ലാത്തവൻ, സമ്പത്തില്ലാത്തവൻ, പരമീക്ഷതേ. പരം എന്ന് പറഞ്ഞാൽ വീണ്ടും ഇവിടെ ശ്രേഷ്ഠമായിട്ട് അല്ലെങ്കിൽ തനിക്ക് തുല്യമായിട്ട് മഹത്തായിട്ട് തന്നെ ഈക്ഷതയെ കാണുന്നു. ഒരു ദരിദ്രന് മാത്രമേ, സമ്പത്തിൻ്റെ മതമില്ലാതെയുള്ള ഇരിക്കുന്ന ഒരുവന് മാത്രമേ തന്നെ പോലെ തന്നെ മറ്റു പ്രാണികളെയും കരുതുവാനും അവയെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും കഴിയുകയുള്ളൂ. മൂഢനായിട്ടുള്ള ഒരുവൻ, അവൻ ഐശ്വര്യത്തിൻ്റെ ആധിക്യം കൊണ്ട് മതാന്ധകാരം ബാധിച്ചവനാണെങ്കിൽ അവൻ്റെ മൂഢത്വം കൊണ്ടാണ് അവൻ മറ്റു പ്രാണികളെ ദ്രോഹിക്കുന്നത്. അവനുള്ള ഏറ്റവും നല്ല മരുന്ന് എന്ന് പറയുന്നത്, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള, ഏറ്റവും ഉദാത്തമായിട്ടുള്ള മരുന്നെന്ന് പറയുന്നത് യാതൊന്നാണോ തന്നെ മതം കൊണ്ട് അന്ധനാക്കി തീർത്തത് അതിനെ അങ്ങ് എടുത്തു കളഞ്ഞാൽ മതി. നമ്മുടെ കയ്യിലോ കാലിലോ ഒരു മുള്ളുകൊണ്ട് അത് വേദനിക്കുന്നു എന്നിരുന്നാൽ ആ മുള്ളങ്ങ് എടുത്തു കളഞ്ഞാൽ വേദനയ്ക്ക് കുറവ് വരുന്നത് പോലെ ഈ സമ്പത്തിൻ്റെ ആധിക്യമാണ് തന്നെ കണ്ണ് കാണാത്തവനാക്കി തീർത്തതെങ്കിൽ, അന്ധനാക്കി തീർത്തതെങ്കിൽ ആ സമ്പത്തില്ലാതാക്കി തീർത്താൽ മതി ഒരുവനെ മറ്റു പ്രാണികളെ തന്നെ പോലെ കരുതി സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും കഴിയുന്നതിന്, പഠിപ്പിക്കുന്നതിന്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. അസത ശ്രീമദാന്ധസ്യ ദാരിദ്ര്യം പരമഞ്ജനം ആത്മൗപമ്യേന ഭൂതാനി ദരിദ്രഃ പരമീക്ഷതേ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: അസത, ദരിദ്ര. ഇവിടെ രണ്ടിടത്തും വിസർഗമുണ്ട്. പകുതി ഹകാരത്തിൽ വായിക്കുക. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. പരമഞ്ജനം, അവിടെ പരം അഞ്ജനമാണ്, അത് ഹകാരം കൊടുക്കുക, മായ്ക്കുക. ബാക്കിയൊക്കെ എളുപ്പമാണ്. പരമീക്ഷതേ, അതും അതുപോലെ തന്നെ, പരമഞ്ജനം പോലെ തന്നെ. ഇനി 14-ാമത്തെ ശ്ലോകമാണ്. യഥാ കണ്ടകവിദ്ധാംഗോ ജന്തോർനേച്ഛതി താം യഥാം ജീവസാമ്യം ഗതോ ലിംഗേന തഥാ വിദ്ധ കണ്ടക. ഇവിടെ പറയുകയാണ്, നമ്മളിപ്പോൾ പറഞ്ഞ ഉദാഹരണം തന്നെയാണ്. യഥാ കണ്ടകവിദ്ധാംഗോ, യഥാ എപ്രകാരമാണോ കണ്ടകവിദ്ധാംഗ, മുള്ളുകൊണ്ട് തൻ്റെ ഏതെങ്കിലും ഒരു അംഗത്തിൽ മുറിവേൽക്കപ്പെട്ടവൻ, ജന്തോർനേച്ഛതി താം യഥാം, ജന്തോഹോ ന ഇച്ഛതി, ഇങ്ങനെ
3 വാക്കുകൾ ചേരുന്നതാണ് ജന്തോർ നേച്ഛതി. ജന്തോഹോ മറ്റു പ്രാണികൾക്ക്, ന ഇച്ഛതി ഇച്ഛിക്കുന്നില്ല, എന്ത്, താം യഥാം ആ ദുഃഖത്തെ. അപ്പോൾ തൻ്റെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മുള്ളുകൊണ്ട് വേദന അനുഭവിക്കുന്നവൻ അവൻ സജ്ജനമായിരുന്നാൽ, അവൻ സൽബുദ്ധിയുള്ളവനായിരുന്നാൽ അവൻ ഒരിക്കലും മറ്റുള്ള പ്രാണികൾക്കും അതേ ദുഃഖം വരണമേ എന്ന് ആഗ്രഹിക്കുന്നില്ല. താൻ അനുഭവിച്ച ക്ലേശത്തെ മറ്റുള്ളവരും അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ജീവസാമ്യം ഗതോലിംഗേർന തഥാവിദ്ധ കണ്ടക. ജീവസാമ്യത്തെ തന്നെ പോലെ തന്നെ തൻ്റെ ചുറ്റിനുമുള്ള മറ്റു പ്രാണികളെയും കരുതുന്നത് കൊണ്ട് തന്നെ താൻ അനുഭവിച്ച ക്ലേശം മറ്റുള്ളവരും അനുഭവിക്കണമെന്ന് കരുതുന്നില്ല. ഗതോലിംഗൈർ ഗതഃ ഗതോലിംഗൈർന ഗതഃ ലിംഗൈഹി ന. ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് ഗതോലിംഗൈർന. ഗതഃ എന്ന് പറഞ്ഞാൽ പ്രാപിച്ചവനായിട്ട്, അഥവാ തന്നെ പോലെ തന്നെയാണ് തൻ്റെ ചുറ്റിനുമുള്ള ജീവസാമ്യം ഗതഃ, തൻ്റെ ചുറ്റിനുമുള്ള പ്രാണികളും തന്നെ പോലെ തന്നെയാണെന്ന തിരിച്ചറിവ് ഉണ്ടായവന്, വിവേകബുദ്ധിയുള്ളവന്. ലിംഗൈ എന്ന് പറഞ്ഞാൽ ലക്ഷണങ്ങൾ, അതായത് താൻ എന്താണോ തന്നെ പോലെ തന്നെയാണ് അതേ ലക്ഷണങ്ങളോട് കൂടിയവയാണ് തൻ്റെ ചുറ്റിനുമുള്ള ജീവികളുമെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ളവന്. മറ്റുള്ളവർക്ക് താൻ അനുഭവിച്ച അതേ ക്ലേശം അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുകയേയില്ല. പിന്നെ പറയുകയാണ് ഗതഃ ലിംഗൈ ന തഥാവിദ്ധ കണ്ടക. ന തഥാ അവിദ്ധ കണ്ടക ആണ്. ന തഥ അപ്രകാരമല്ല, ആര്, അവിദ്ധ കണ്ടക, മുള്ളു കൊണ്ടിട്ടില്ലാത്തവന്, അതിൻ്റെ വേദന അറിഞ്ഞിട്ടില്ലാത്തവന് അവൻ ഒരിക്കലും മറ്റുള്ളവരെ ആ രീതിയിൽ വേദനിക്കരുത് എന്ന് ആഗ്രഹിക്കുകയില്ല. അഥവാ മറ്റുള്ളവരുടെ വേദന എത്രമാത്രമാണ് എന്ന് അവന് മനസ്സിലാക്കുവാൻ, ഗ്രഹിക്കുവാൻ കഴിയുകയില്ല. കാരണം തൻ്റെ ജീവിതത്തിൽ താൻ ആ ക്ലേശങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്തവന് മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ക്ലേശങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. അല്ലെങ്കിൽ മറ്റുള്ളവർ ക്ലേശിക്കരുത് എന്ന് ചിന്തിക്കുവാൻ കഴിയുകയില്ല. മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിലായിരിക്കും, ക്ലേശങ്ങൾ കൊടുക്കുന്നതിലായിരിക്കും ക്ലേശങ്ങളില്ലാത്തവൻ്റെ രതി ഉണ്ടാവുക. അപ്പോൾ ഇവിടെ പറയുകയാണ്, ആദ്യം പറഞ്ഞു ധനം കൊണ്ട് നിനക്കുണ്ടായ അഹങ്കാരത്തെ ഇല്ലാതെയാക്കാൻ ആ ധനത്തെ എടുത്തു മാറ്റിയാൽ മതിയാകും. പിന്നെ പറഞ്ഞു ആ ധനം എന്തിനെടുത്തു മാറ്റണമെന്നാണെങ്കിൽ ആ ധനം ഉള്ളിടത്തോളം നിന്റെ കണ്ണിൽ അന്ധകാരം വ്യാപിച്ചിരിക്കും. നിന്റെ ചുറ്റിനുമുള്ള പ്രാണികളുടെ ക്ലേശത്തെ നിനക്ക് മനസ്സിലാക്കുവാൻ കഴിയില്ല. ഇനി അതുമല്ലെങ്കിൽ ഈ മതം കൊണ്ട്, ഈ ശ്രീമതം നിന്നെക്കൊണ്ട് തന്നെ മറ്റുള്ളവരെ ക്ലേശിപ്പിക്കുക എന്ന നീചകർമ്മം കൂടി ചെയ്യിക്കും. അപ്പോൾ ആ ക്ലേശങ്ങൾ, ആ നീചകർമ്മങ്ങൾ ഇല്ലാതെയാക്കാൻ നിന്നെ ഈ മതം മാറ്റിയാൽ മതി. ഈ ശ്രീമതം മാറണമെങ്കിൽ ശ്രീ ഇല്ലാതെയായാൽ മതി. നിന്നെ ദരിദ്രനാക്കിയാൽ മതി. കാരണം ദരിദ്രനായിട്ടുള്ള ഒരുവന് മാത്രമേ തൻ്റെ ചുറ്റിനുമുള്ളവരെയൊക്കെ തനിക്ക് തുല്യമായി കണ്ടുകൊണ്ട് അവരുടെ ക്ലേശങ്ങളെയൊക്കെ ഇല്ലായ്മ ചെയ്യുവാൻ, സ്വയം ക്ലേശം കൊടുക്കില്ല എന്ന് തന്നെയല്ല, ക്ലേശങ്ങൾ തൻ്റെ ചുറ്റിനുമുള്ള പ്രാണികൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ക്ലേശങ്ങളെ ഇല്ലാതെയാക്കുവാൻ പരിശ്രമിക്കുകയുള്ളൂ. തന്നെയുമല്ല, താൻ സ്വയം ദരിദ്രനാവുമ്പോൾ തൻ്റെ ദുഃഖങ്ങൾ മറ്റുള്ളവർക്ക് ഉണ്ടാകണമെന്ന് അവൻ ഇച്ഛിക്കുകയില്ല. തൻ്റെ ഏതെങ്കിലും ഒരംഗത്തിൽ മുള്ളുകൊണ്ടുണ്ടായ വേദന നന്നായി അറിഞ്ഞവന് മറ്റുള്ളവരിലും തൻ്റെ ചുറ്റിനുമുള്ള പ്രാണികൾക്ക് അതേ വേദന ഉണ്ടാകരുതേ എന്ന് ആഗ്രഹിക്കുന്നവനാണ്. അപ്പോൾ പരിഹാര നിർദ്ദേശങ്ങൾ ഇവിടെ ശ്രീ നാരദ മഹർഷി തുടങ്ങിയിരിക്കുകയാണ്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടെ നോക്കാം.
അസത അല്ല അടുത്തത് 14-ാമത്തെ ശ്ലോകം. യഥാ കണ്ടക വിദ്ധാംഗോ ജന്തോർനേച്ഛതി താം യഥാം ജീവസാമ്യം ഗതോ ലിംഗേന തഥാ വിദ്ധ കണ്ടക. ഇവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ജന്തോർനേച്ഛതി അവിടെ ന ഛ അത് രണ്ടും ഖരാക്ഷരം, അത് ശ്രദ്ധിക്കുക. അതുപോലെ ലിംഗേന അവിടെ ന കൂട്ടക്ഷരമാണ്. പിന്നെ അടുത്ത തഥാവിദ്ധ കണ്ടക, തഥാ അവിദ്ധ കണ്ടക ആണ്, വിസർഗവുമുണ്ട്. അവിദ്ധ അതും ശ്രദ്ധിക്കുക. ഇനി അടുത്തത് 15-ാമത്തെ ശ്ലോകമാണ്. ദരിദ്രോ നിരഹം സ്തംഭോ മുക്ത സർവമതൈരിഹ കൃച്ഛ്രം യദൃച്ഛയാപ്നോതി തദ്ധി തസ്യ പരം തപഃ. ഇനിയും ഈ ഒരു ശ്ലോകത്തിൽ ദരിദ്രനാവണമെന്ന് പറഞ്ഞു. ഇനിയും ദരിദ്രൻ്റെ മേന്മ എന്താണ്, മഹത്വം എന്താണ് എന്നാണ് പറയുന്നത്. ദരിദ്രോ നിരഹം സ്തംഭോ മുക്ത സർവമതൈരിഹ. ദരിദ്രോ ദരിദ്രഃ ദരിദ്രൻ, നിരഹം സ്തംഭോ അവൻ അഹങ്കാരരൂപമായിട്ടുള്ള സ്തംഭമില്ലാത്തവനാണ്. അവൻ്റെ ഉള്ളിൽ ഞാനെന്ന ഭാവമില്ല. ദരിദ്രനായതുകൊണ്ട് തന്നെ അഹങ്കാരം അവനെ ഒട്ടും തന്നെയും തൊട്ടു തീണ്ടിയിട്ടില്ല. മുക്ത സർവമതൈരിഹ, മുക്തനാണ്. എന്ത്? സർവമതൈരിഹ, സർവമതൈഹി ഇഹ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നുണ്ട് അവിടെ. സർവമതൈ സകല മതങ്ങളാലും സർവ അഹങ്കാരങ്ങളിൽ നിന്നും മുക്തനാണ് ഇഹ ഈ ലോകത്തിൽ. അപ്പോൾ ദരിദ്രന് അവനെ സംബന്ധിച്ചിടത്തോളം അവന് അഭിമാനം കൊള്ളാനോ അഹങ്കരിക്കുവാനോ സമ്പത്തിൻ്റെ ആധിക്യമില്ലാത്തതുകൊണ്ട് തന്നെ, ധനത്തിൻ്റെ ആധിക്യമില്ലാത്തതുകൊണ്ട് തന്നെ അവൻ ഈ ലോകത്തിലെ എല്ലാ മതങ്ങളിൽ നിന്നും അവൻ മുക്തനാണ്. അതുകൊണ്ട് തന്നെ അവൻ നിരഹം സ്തംഭ, നിരഹങ്കാരരൂപിയായിട്ടുള്ള സ്തംഭമാണ്. എന്ന് പറഞ്ഞാൽ അഹങ്കാരമാകുന്ന അഹങ്കാര രൂപത്തിലുള്ള സ്തംഭമല്ലാതെയാകുന്നു അവൻ. കൃച്ഛ്രം യദൃച്ഛയാപ്നോതി, കൃച്ഛ്രം തൻ്റെ കഷ്ടത്തെ യദൃച്ഛയാപ്നോതി, യദൃച്ഛയാ ആപ്നോതി, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് യദൃച്ഛയാപ്നോതി. യദൃച്ഛയാ യാദൃശ്ചികമായിട്ട്, ആപ്നോതി എന്ന് പറഞ്ഞാൽ പ്രാപിക്കുന്നു. ഇവിടെ യാദൃശ്ചികമായി പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ തൻ്റെ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള കർമ്മങ്ങളുടെ ഫലമായിട്ട് തന്നിലേക്ക് വന്നു ചേർന്നവയാണ് ഈ ദാരിദ്ര്യമൊക്കെ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ അതേപടി തന്നെ അതിനെ സ്വീകരിക്കുന്നു, അംഗീകരിക്കുന്നു. തദ്ധി തസ്യ പരം തപഃ, തദ്ധി തത് ഹി അത് തന്നെ, തസ്യ പരം തപഃ തസ്യ അവന് പരം തപഃ ഉത്കൃഷ്ടമായ തപസ്സായി മാറുന്നു. അവൻ്റെ ദുഃഖത്തിൽ ഖേദിച്ചുകൊണ്ടിരിക്കുന്നില്ല, സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നില്ല, ഇല്ലായ്മകളുടെ പരാതിയും പരിഭവവുമായിട്ടിരിക്കുന്നില്ല. അവൻ തന്നിലേക്ക് വന്നു ചേർന്ന ഈ ദാരിദ്ര്യത്തെ തനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. തൻ്റെ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് തന്നിലേക്ക് ഈ ഒരു ദാരിദ്ര്യം, ആ പ്രാരബ്ധമാണ് തനിക്ക് ദാരിദ്ര്യ രൂപത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. അഥവാ തൻ്റെ അത്രയും പ്രാരബ്ധങ്ങൾ ഈ ഒരു ദാരിദ്ര്യം അനുഭവിക്കുന്നതിലൂടെ ഒഴിഞ്ഞു പോകുന്നു എന്നവൻ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ അതിനെ സന്തോഷത്തോടുകൂടി, തന്നിലേക്ക് വന്നു ചേർന്ന ഈ ദാരിദ്ര്യത്തെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചുകൊണ്ട് എത്ര കഷ്ടം പിടിച്ച അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും ഇത് തനിക്ക് ഈശ്വരൻ തന്ന ഒരു കാരുണ്യമാണ് എന്നറിഞ്ഞ് ആ ഭഗവത് വിചാരത്തിൽ മുഴുകിക്കഴിയുന്നു. ദുഃഖത്തിലല്ല, ദാരിദ്ര്യത്തെ അല്ല തന്നോട് ചേർത്ത് വെച്ചിരിക്കുന്ന, തൻ്റെ ചിത്തത്തിൽ ചേർത്ത് വെച്ചിരിക്കുന്നത്. അവിടെയും ഇതും ഈശ്വരൻ്റെ കൃപയാണ്, കാരുണ്യമാണ്. തൻ്റെ അത്രയും പ്രാരബ്ധത്തെ ഒഴിച്ച് മോക്ഷപദത്തിലേക്ക് എത്തിക്കുവാൻ ഭഗവാൻ തന്ന ഒരു
അനുഗ്രഹമാണ് തനിക്ക് ഈ ദാരിദ്ര്യമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ചിത്തത്തെ സദാ ഭഗവത് പാദങ്ങളിൽ ചേർത്ത് വെക്കുന്നു അങ്ങനെയുള്ളവൻ. അതുകൊണ്ട് ആ ദാരിദ്ര്യം തന്നെ അവനൊരു ഉത്കൃഷ്ടമായ തപസ്സായി മാറുന്നു. ധനികനാവട്ടെ പലതരത്തിലുള്ള അഹങ്കാരം, പല ഭാവത്തിൽ, അത് ധനമായിട്ടാവാം, ബന്ധുവായിട്ടാവാം, പദവിയായിട്ടാവാം, പലതരത്തിലുള്ള മതം രൂപത്തിൽ, പല രൂപങ്ങളിൽ മതം അവനെ അങ്ങനെ വരിഞ്ഞു മുറുക്കുമ്പോൾ ഭഗവത് വിചാരം അവൻ അന്യമായിത്തീരുന്നു. എന്നാൽ ദരിദ്രനാകട്ടെ ഇതൊന്നുമില്ലെങ്കിലും മഹാകഷ്ടം പിടിച്ച അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും ഈശ്വരൻ്റെ നിശ്ചയത്തെ അവൻ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയും ആ കഷ്ടം പിടിച്ച അവസ്ഥയിലും ഈശ്വര സേവയെ ഒരു ഉത്കൃഷ്ടമായ തപസ്സാക്കി മാറ്റിക്കൊണ്ട് അവൻ സന്തോഷത്തോടു കൂടി അവൻ്റെ ഓരോ നിമിഷവും അവൻ ഉദാത്തമാക്കി തീർക്കുന്നു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ദരിദ്രോ നിരഹം സ്തംഭോ മുക്തഃ സർവമദൈരിഹ കൃച്ഛ്രം യദൃച്ഛയാപ്നോതി തദ്ധി തസ്യ പരം തപഃ. ഇവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിരഹം സ്തംഭോ, അത് ശ്രദ്ധിക്കുക. അതുപോലെ മുക്തഃ, തപഃ രണ്ടിടത്തും വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ സർവമദൈരിഹ, സർവമതൈഹി ഇഹ ആണ്, അത് അവിടെയും ശ്രദ്ധിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യദൃച്ഛയാപ്നോതി, യദൃച്ഛയ ആപ്നോതി, രണ്ട് വിശ്ലേഷണമുണ്ട്. ആകാരം നന്നായി നീട്ടിയെടുക്കണം. യദൃച്ഛയാപ്നോതി, അത് ശ്രദ്ധിക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 16ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.